ഒട്ടുമിക്ക മലയാളികളുടെയും ഒരു സ്വപ്നമാണല്ലോ നാട്ടിലുള്ള ഒരു വീട്. എന്നാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ നാട്ടിൽ അങ്ങനെ ഒരു ഇത് തുടങ്ങുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മിക്ക മലയാളികളുടെയും വലിയൊരു സ്വപ്നമാണ് നാട്ടിൽ വീട് വയ്ക്കാന്നുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നല്ലൊരു ആർക്കിടെക്ചർ സ്റ്റുഡിയോയിൽ ഡിസൈൻ ചെയ്യുന്നതൊക്കെയുണ്ട്. അപ്പോൾ നമുക്ക് ഇൻ ഹൗസ് ആർക്കിടെക്ട്സ് ഉണ്ട്, അവരായിരിക്കും നമ്മുടെ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ അതിൽ ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഫുള്ള് പ്ലാൻ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യും, കറക്റ്റ് പ്ലാൻ വരച്ച് ആ ഒരു ക്ലയൻറ്റിൻ്റെ നീഡ് എന്താണോ, അവരുടെ സ്വപ്നങ്ങൾ എന്താണോ അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും ആ പ്ലാൻ വരയ്ക്കുക. ആ പ്ലാൻ വരച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അവിടുത്തെ ലാൻഡിൻ്റെ സോയിൽ ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യും. പിന്നെ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യും, പിന്നെ MEP, ലാൻഡ്സ്കേപ്പിംഗ്, അങ്ങനെ എല്ലാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഒരു വർക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഫോമിലേക്ക് പോകും. ഇതിൽ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തതിന് ശേഷം ആ ക്ലയൻറ്റിന് എന്തൊക്കെയാണ് അതിൽ പ്രൊഡക്ട്സ് വേണ്ടത്, ഇപ്പോൾ സയൻറ്റിഫിക് തിങ്സ് എന്താണ് വേണ്ടത്, ബെഡ്റൂം ആക്സറീസ് എന്താണ് വേണ്ടത്, കിച്ചൺ ആക്സറീസ് എന്താണ് വേണ്ടത്, ഏതൊക്കെ ബ്രാൻഡാണ് വേണ്ടത്, അത് ആ ഒരു ടൈമിലായിരിക്കും സെലക്ഷൻ കാര്യങ്ങളുണ്ടാവും. അത് സെലക്ട് ചെയ്തതിന് ശേഷം ആക്ച്വൽ കോട്ടാണ് നമ്മൾ കൊടുക്കുക. ആ പ്രൊജക്റ്റ് കഴിയുമ്പോൾ എത്ര കോസ്റ്റ് വരുന്നുള്ള ആക്ച്വൽ കോട്ട് കൊടുക്കും. അപ്പോൾ അതിൽ ക്ലയൻറ്റ് പറയണം എനിക്ക് ഇത്ര ബഡ്ജറ്റിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിൻ്റെ നീഡ് അനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും വേരിയേഷൻസ് വരും.